ഇസ്രായേൽ അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്തിയാൽ ഇറാൻ പിന്നെ ഉയർത്തെഴുന്നേൽക്കാത്ത വിധത്തിലുള്ള ഒരു ആക്രമണമായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഇറാൻ തിരിച്ചടിക്കും. ഇറാൻ്റെ ചരിത്രം അതാണ്. ഇസ്രായേൽ എന്ത് പറയുന്നു അതനുസരിക്കുക എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ അതിനൊപ്പം നിൽക്കുക എന്നുള്ളതല്ലാതെ ട്രംപിനെ സംബന്ധിച്ച് മറ്റൊന്നും ചെയ്യാനില്ല. അതായത് അമേരിക്ക എന്ത് ചെയ്യാൻ പറഞ്ഞാലും അത് പശ്ചിമേഷ്യയിൽ നടപ്പാക്കാൻ കഴിയുന്ന ഒരു പ്രോക്സി രാജ്യമാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ. പക്ഷെ എന്നിട്ടും ഇറാൻ ഇത്ര വലിയ രാജ്യങ്ങൾ ഇപ്പുറത്ത് നിൽക്കുമ്പോഴും ഞങ്ങൾ തിരിച്ചടിക്കും, അടിച്ചാൽ ഞങ്ങൾ ഉറപ്പായും തിരിച്ചടിക്കും, അത് ചെറുതാവില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇതിനൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇറാനെ സ്കെച്ച് ചെയ്യാൻ പറ്റില്ല. നമ്മളാരും ചർച്ച ചെയ്യാത്ത ഒരു പ്രധാനപ്പെട്ട ആണവ പരീക്ഷണ കേന്ദ്രം ഇറാനിലുണ്ട്. അത് റഷ്യ നേരിട്ട് നിയന്ത്രിക്കുന്നതാണ്. റഷ്യയുടെ 200-ൽ പരം ഉദ്യോഗസ്ഥരുണ്ട്. ഒരിക്കലും ഇറാൻ പോകരുതെന്ന് കരുതിയ അമേരിക്കയും ഇസ്രായേലും കരുതിയ വഴിയിലൂടെയൊക്കെ ഇറാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ലോകശക്തി എന്ന നിലയിലേക്ക് മാറാൻ ഇറാൻ അധികം സമയമൊന്നും വേണ്ട. ഏതോ കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപും കൂടി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നമ്മൾ മാത്രമല്ല ലോകരാജ്യങ്ങൾ മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന ഒരു കൂടിക്കാഴ്ചയായിരുന്നു, മാറിലാഗോയിൽ വെച്ചിട്ട് നടന്നൊരു കൂടിക്കാഴ്ച. അപ്പോൾ അതിന് മുൻപ് തന്നെ നമ്മൾ സംസാരിച്ചിരുന്നത് പലപ്പോഴും ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ എങ്ങനെ തിരിച്ച് പ്രതികരിക്കുമെന്നൊക്കെയായിരുന്നു. പക്ഷേ ഈ ഒരു കൂടിക്കാഴ്ചയിൽ ട്രംപ് എടുത്തു പറഞ്ഞൊരു കാര്യം, നെതന്യാഹു ഇല്ലായിരുന്നെങ്കിൽ ഇസ്രായേൽ ഒരുപക്ഷെ ഉണ്ടാവുമായിരുന്നില്ല എന്നാണ്. അതായത് അത്രയേറെ നെതന്യാഹുവിനെ ട്രംപ് സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വരുന്നത് പോലെ ഈ ഒരു ഇറാനെ ആക്രമിക്കാനുള്ള ഒരു സാധ്യത ട്രംപ് അന്ന് നമ്മൾ പറഞ്ഞിരുന്നു, ആ ഒരു അജണ്ടയിൽ ട്രംപ് വീണു പോകുമോ എന്ന് ചോദിച്ചിരുന്നു. ആ അജണ്ടയിൽ ട്രംപ് വീണിട്ടുണ്ടാകുമോ? എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്? ഇപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു അജണ്ടയിലേക്ക് വീഴുക എന്നുള്ളതൊന്നും അല്ല അതിൻ്റെ അടിസ്ഥാനം. ഇസ്രായേൽ എന്ത് പറയുന്നു അതനുസരിക്കുക എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ അതിനൊപ്പം നിൽക്കുക എന്നുള്ളതല്ലാതെ ട്രംപിനെ സംബന്ധിച്ച് മറ്റൊന്നും ചെയ്യാനില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ അമേരിക്ക പറയുന്നത് എന്തും നടപ്പാക്കാൻ കെൽപ്പുള്ള, അതിന് സമ്മതിക്കുന്ന, അതായത് അമേരിക്ക എന്ത് ചെയ്യാൻ പറഞ്ഞാലും അത് പശ്ചിമേഷ്യയിൽ നടപ്പാക്കാൻ കഴിയുന്ന ഒരു പ്രോക്സി രാജ്യമാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ. അതായത് ഇപ്പോൾ നമ്മൾ ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞ് ഹമാസ്, ഹൂത്തികൾ, ഹിസ്ബുള്ള എന്നൊക്കെ പറയുന്ന അതേപോലെ രാജ്യങ്ങളെന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ, മറ്റേത് ഗ്രൂപ്പുകളാണ്, പക്ഷേ ഇത് രാജ്യങ്ങളെന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ ഈ പശ്ചിമേഷ്യയിൽ, മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക പറഞ്ഞാൽ അതേപടി അക്ഷരം പ്രതി ചെയ്യാൻ, അത് എന്തായാലും ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ രാജ്യമേ ഉള്ളൂ, അത് ഇസ്രായേലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഭാവി പശ്ചിമേഷ്യയുടേതാണ്. അതായത് ഇപ്പം യൂറോപ്യൻ യൂണിയനൊക്കെ ഏതാണ്ട് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പലതും വലിയ പ്രശ്നങ്ങളിലാണ്. ഇത് മാത്രമല്ല, അത് അത്ര വലിയൊരു ഇക്കോണമി ഒന്നുമില്ല. പക്ഷേ പശ്ചിമേഷ്യ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് അറബ് കൺട്രീസ് ഉൾപ്പെടുന്ന, ഇന്ത്യയൊക്കെ ഉൾപ്പെടുന്ന പശ്ചിമേഷ്യ എന്ന് പറയുന്നത് ഇനിയുള്ള ലോകക്രമം നിശ്ചയിക്കുന്ന ഏറ്റവും വലിയ മാർക്കറ്റാണ്, ഏറ്റവും വലിയ ഇക്കോണമിയാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലയുടെ വളർച്ചയായാലും വളരെ വളരെ വലുതാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഇവിടെ അമേരിക്കയ്ക്ക് ഒരു ഗ്രിപ്പ് വേണം. അതിന് അമേരിക്ക വെച്ചിരിക്കുന്നത് ഇസ്രായേലിനെയാണ്. അതുകൊണ്ട് ഇസ്രായേൽ പറഞ്ഞാൽ എന്തും അമേരിക്ക കേൾക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ യുദ്ധം വരികയാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഇറാനിലേക്കുള്ള ഒരു ബോംബ് വർഷം അതെന്നാണ് നോക്കിയാൽ മതി. കാരണം ഇതിനു മുമ്പ് ഇങ്ങനെയായിരുന്നു. ഇതിനു മുമ്പ് അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബുകളൊക്കെ ഉപയോഗിച്ച യുദ്ധത്തിൻ്റെ സമയത്ത് ഇതുപോലെ ഒരാഴ്ച മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരെ വരുന്നു, ഇറാന് മുന്നറിയിപ്പ് കൊടുക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ഞങ്ങളുടെ സുരക്ഷിതത്വത്തിന് വലിയ ഭീഷണി ഇറാൻ ഉയർത്തുന്നുണ്ട്, അവിടെ ആണവ പരീക്ഷണം നടക്കുന്നു, അത് നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നു. പിന്നെയും ട്രംപ് പറയുന്നു ഇനി നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ ആക്രമിക്കുമെന്ന് പറയുന്നു. പൊടും തന്നെ ഒരു ദിവസം ഇറാനിലേക്ക് ഒരു പുലർച്ചെ സമയത്ത് അർദ്ധരാത്രിക്ക് ശേഷം 260 ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചിട്ടാണ്, അതായത് ഇസ്രായേലിൻ്റെ കപ്പാസിറ്റിയുടെ ഏറ്റവും കൂടിയ കപ്പാസിറ്റി എടുത്തുകൊണ്ടാണ് അവർ ആക്രമണം നടത്തിയത്. തൊട്ടു പിന്നാലെ അമേരിക്ക അവിടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചു. അതായത് അത്രയധികം താഴ്ചയിലേക്ക് ബോംബുകളുടെ പ്രഹരശേഷി എത്തിക്കാൻ കഴിയുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ, അത് അമേരിക്ക സർപ്രൈസ് ആക്കി വെച്ചിരുന്ന ബോംബായിരുന്നു. അതുപോലും അമേരിക്ക ഇസ്രായേലിന് വേണ്ടി പ്രയോഗിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയും ഇസ്രായേൽ എന്ത് പറഞ്ഞാലും അമേരിക്ക ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു യുദ്ധ സാഹചര്യം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ യുദ്ധം വരും എന്ന് തന്നെ പറയാം. ആണെന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്കറിയാം അമേരിക്കയെ പോലെ ഒരു വലിയ ശക്തി ഇസ്രായേലിനൊപ്പം ഉണ്ട്. അപ്പോഴാണ് ഇസ്രായേൽ ഈ ഇറാനെതിരെ പ്രതികരിക്കാം, അല്ലെങ്കിൽ ഇറാന് ഇത്രയും യുദ്ധത്തിലേക്കൊക്കെ നയിക്കുന്ന ഒരു അവസ്ഥ വരുന്നത്. പക്ഷെ ഇറാനെ സംബന്ധിച്ച് അങ്ങനെ യാതൊരു ബാഹ്യ ഇടപെടലുകളോ അല്ലെങ്കിൽ ഒരു ശക്തിയോ ഒന്നും ഇറാന്റെ കൂടെ ഇല്ല. പക്ഷെ എന്നിട്ടും ഇറാൻ ഇത്ര വലിയ രാജ്യങ്ങൾ ഇപ്പുറത്ത് നിൽക്കുമ്പോഴും ഞങ്ങൾ തിരിച്ചടിക്കും, അടിച്ചാൽ ഞങ്ങൾ ഉറപ്പായും തിരിച്ചടിക്കും, അത് ചെറുതാവില്ല എന്ന് പറയുന്നത്
എന്തുകൊണ്ടായിരിക്കും ഈ ആണവ ശക്തി? ഇപ്പം നമുക്കറിയാം യുറേനിയം സമ്പുഷ്ടീകരണം നശിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഒരു ബലം മാത്രമാണോ ഇറാനുള്ളത്? അത് എന്തുകൊണ്ടായിരിക്കും? ഇറാൻ ഐക്യരാഷ്ട്ര സംഘടനയിൽ പോലും ഇറാൻ അത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ പരമാധികാരത്തിലേക്ക് ആരും കടന്നു കയറണ്ട, ഞങ്ങൾ പ്രതികരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ധൈര്യം ഇറാൻ എവിടെ നിന്നായിരിക്കും കിട്ടുക? ഈ ധൈര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായി ഇറാൻ സെൽഫ് സഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ഇവിടെ കുറേ ആളുകൾ പറഞ്ഞു പരത്തിയൊരു കഥയുണ്ട്, ഇറാനിലെല്ലാം സെക്കൻഡ് ഹാൻഡ് ആയുധങ്ങളാണ്, ഇറാൻ ആയുധശേഷിയില്ല, ഇറാൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന്. പക്ഷെ അതൊക്കെ ഒരു കെട്ടുകഥകളായിരുന്നു. പക്ഷെ അന്ന് പലരും പറഞ്ഞിരുന്നു ശരിയാണ്, ഇറാൻ സാമ്പത്തികമായിട്ട് വലിയ പിന്നോക്കാവസ്ഥയിലേക്ക് പോകുന്നു, അവിടെ ആഭ്യന്തരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ. ഈ കഴിഞ്ഞ ദിവസവും ഇറാനിൽ ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടാകുന്നു എന്ന് വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ അവരുടെ പരമാധികാരത്തിൻ്റെ കാര്യം വരുമ്പോൾ, അവരുടെ സുരക്ഷയുടെ കാര്യം വരുമ്പോൾ ഒരു രാജ്യവും സ്വീകരിക്കാത്ത വിധത്തിലുള്ള ചങ്കുറപ്പോടു കൂടിയുള്ള നിലപാടാണ് ഇറാൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ഏറ്റവും ഒടുവിൽ ഇസ്രായേലിന് നേരെയുള്ള ആക്രമണത്തിൽ കണ്ടതാണ്. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നോക്കണം, ലോകശക്തികളെന്ന് പറയുന്ന ആളുകളാണ്, ഇവരുടെ ഏറ്റവും പരമമായ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇവർ ആക്രമണം നടത്തി. തൊട്ടു പിന്നാലെ ഇറാൻ നിലവിളിക്കുകയോ ഏതെങ്കിലും തരത്തിൽ കരാർ ഒപ്പിടാൻ വരികയോ ഏതെങ്കിലും തരത്തിൽ മറ്റൊരു രാജ്യത്തെ, വേണമെങ്കിൽ റഷ്യയോ മറ്റോ അല്ലെങ്കിൽ ഇന്ത്യ, ഇറാൻ്റെ ഏറ്റവും ഉറ്റ ചങ്ങാതിമാരാണ്, മറ്റൊരു രാജ്യത്തെയും സഹായത്തിന് വിളിക്കുകയോ മധ്യസ്ഥ ചർച്ചകൾക്ക് ആരെയും നിയോഗിക്കുകയോ ചെയ്തില്ല. ഇറാൻ തിരിച്ചടി തുടങ്ങി. അതായത് ഒരു രാജ്യവും ഇല്ലായിരുന്നു ഇറാൻ്റെ കൂടെ, ആരുടെയും സഹതാപവും തേടിയില്ല, ആരുടെയും സഹായം ആവശ്യപ്പെട്ടില്ല, ആരുമായും ഒരു സഖ്യത്തിനും പോയില്ല. ഇറാൻ അവരുടെ നിലയ്ക്ക് അടി തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇസ്രായേൽ മാത്രമല്ല അമേരിക്കയും ലോകരാജ്യങ്ങളും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള അടിയാണ് ഇറാൻ അടിച്ചത്. അതായത് അമേരിക്കയുടെ താഡ് പ്രതിരോധ സംവിധാനം, ആരോ എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനം, പിന്നെ ഇസ്രായേലിൻ്റെ തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യോമ പ്രതിരോധ സംവിധാനം, ഇതിനെയൊക്കെ തകർത്തുകൊണ്ട് ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകളും ഹൈപ്പർസോണിക് മിസൈലുകളും ഒക്കെ ഇസ്രായേലിൽ വീണു. അതിനുശേഷം ഇറാൻ നടത്തിയ ഒരു പ്രഖ്യാപനം അത് വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. ലോകം മുഴുവൻ അത്ഭുതത്തോടെ നോക്കിയതായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ആയുധ ശേഖരത്തിൻ്റെ പകുതി പോലും ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല, ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങൾ ഇനിയും ഞങ്ങൾ ഉപയോഗിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ, ഇതൊരു ടെസ്റ്റ് ഡോസായിട്ട് കണ്ടാൽ മതി എന്നാണ്. അപ്പോൾ അതിനേക്കാൾ വലുത് എന്തൊക്കെയോ ഇവർ കരുതി വെച്ചിട്ട് ഇതൊരു ടെസ്റ്റ് റണ്ണായിട്ട് ഈ യുദ്ധം നടത്തിയാൽ ഞങ്ങൾക്ക് എത്രത്തോളം അറ്റാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രാഥമികമായ ടെസ്റ്റായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനേക്കാൾ കൂടുതൽ ഇവരുടെ കരുതൽ ശേഖരത്തിലുണ്ട് എന്ന് മാത്രമല്ല, അന്ന് മുതൽ ഇങ്ങോട്ട് ഇറാൻ തങ്ങൾക്ക് എവിടേക്കാണ് വീഴ്ചകൾ സംഭവിച്ചത്. ഇസ്രായേൽ ഒരു രാത്രി എന്തായാലും ഫൈറ്റർ ജെറ്റുകൾ ഇറാൻ്റെ അതിർത്തിയിൽ കയറ്റിയിട്ട് ആക്രമിക്കുമ്പോൾ അവിടെ ഒരു സുരക്ഷാ വീഴ്ച ഇറാൻ സംഭവിച്ചിട്ടുണ്ട്. അതെങ്ങനെ സംഭവിച്ചു? അതിനുശേഷം ഇറാനിൽ വ്യാപകമായ റെയ്ഡുകൾ നടന്നു. ആ ഇറാനിലുണ്ടായിരുന്ന ഈ മൊസാദിൻ്റെ നിരവധി ചാരന്മാരെ ഇറാൻ സൈന്യം പിടികൂടി വധിച്ചു. എന്ന് മാത്രമല്ല, അവിടെ ഇനിയൊരു സുരക്ഷാ വീഴ്ച ഉണ്ടാകാത്ത തരത്തിലുള്ള ഇൻ്റലിജൻസ് നെറ്റ്വർക്ക് അവർ സജ്ജമാക്കി. രണ്ടാമത്, ഈ വരുന്ന വിമാനങ്ങളെ വ്യോമാതിർത്തിക്കുള്ളിൽ വെച്ച് തന്നെ തകർക്കാൻ കഴിയുന്ന ആയുധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഹൈപ്പർസോണിക് സൂപ്പർസോണിക് മിസൈലുകളുടെ ശ്രേണിയൊക്കെ അതിൽപ്പെട്ടതാണ്. മൂന്നാമത്, ഇവർ യുറേനിയം സമ്പുഷ്ടീകരണം വളരെയധികം വേഗത്തിലാക്കി. ഇപ്പോൾ ഉയരുന്നൊരു പ്രശ്നം, ഇപ്പോൾ ഇന്ന് ദ ടൈംസ് ഓഫ് ഇസ്രായേൽ കൊടുത്തിരിക്കുന്നൊരു വാർത്ത നോക്കാം. അമിഡ് ത്രെറ്റ്സ് ഓഫ് ഫ്രഷ് ബൗട്ട് വിത്ത് ഇറാൻ, എക്സ്പേർട്സ് വാണ്ട് മിസൈൽ ഡിഫൻസസ് മേ നോട്ട് ബി റെഡി എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ആക്രമണം ഉണ്ടായാൽ ഇസ്രായേലിൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം അത് തടുക്കാൻ പര്യാപ്തമല്ല എന്ന് വിദഗ്ധർ പറഞ്ഞുവെന്ന് ഇസ്രായേലിലെ തന്നെ മാധ്യമം പറയുകയാണ്, ദ ടൈംസ് ഓഫ് ഇസ്രായേൽ പറയുകയാണ്. അതായത് ഇപ്പോൾ അങ്ങോട്ട് കയറി അടിച്ചാൽ തിരിച്ചടി മേടിച്ചു കൂട്ടുക എന്നുള്ളതല്ലാതെ ഇസ്രായേലിന് ഒന്നും ചിന്തിക്കാനില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇസ്രായേൽ അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്തിയാൽ ഇറാൻ പിന്നെ ഉയർത്തെഴുന്നേൽക്കാത്ത വിധത്തിലുള്ള ഒരു ആക്രമണമായിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഇറാൻ തിരിച്ചടിക്കും. ഇറാൻ്റെ ചരിത്രം അതാണ്. എന്നൊക്കെ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ടോ അന്നൊക്കെ തിരിച്ചടി വന്നിട്ടുണ്ട്. അന്നൊക്കെ തിരിച്ചടിച്ചതുപോലെ ആവില്ല ഒരു പക്ഷേ ഇനി വരുന്നൊരു തിരിച്ചടി അല്ലേ? തീർച്ചയായിട്ടും. ഇതിനു മുമ്പ് ഒരു ആക്രമണം ഇറാനും അമേരിക്കൻ ചേരിയും തമ്മിൽ മുമ്പ് ഒരു യുദ്ധമുണ്ടായിട്ടുണ്ട്. ആ യുദ്ധത്തിൽ ലക്ഷക്കണക്കിന് പേര് കൊല്ലപ്പെട്ടതാണ്. ഇപ്പോൾ ഇറാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അന്നത്തെ ആക്രമണം 80കളിലോ മറ്റുമാണ്, ആ ആക്രമണത്തെക്കാൾ വലിയ തിരിച്ചടിയായിരിക്കും, അതിനേക്കാൾ വലിയ യുദ്ധമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ന് ഇറാൻ ഇപ്പം പറഞ്ഞിട്ടുണ്ട്. ഇറാൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള മസൂദ് പെസഷ്കിയാനും അതുപോലെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഇറാനിയൻ TV-ക്ക് അടക്കം കൊടുക്കുന്ന അഭിമുഖങ്ങളിൽ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നത് ഉണ്ടാകാൻ പോകുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ചാണ്.
ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടിയെക്കുറിച്ചാണ്. അല്ലാതെ യുദ്ധം ഉണ്ടാകില്ല എന്നോ യുദ്ധ സാഹചര്യം ഇല്ല എന്നോ ഈ വരുന്നതൊക്കെ ഒരു അഭ്യൂഹമാണോ എന്നല്ല അവർ പറയുന്നത്. അവർ സ്ഥിരീകരിച്ചു. ഇസ്രായേൽ സ്ഥിരീകരിച്ച പോലെ തന്നെ ഇറാനും സ്ഥിരീകരിച്ചിട്ടുണ്ട് ആക്രമണം ഉണ്ടാകുമെന്ന്. അപ്പോൾ ഇസ്രായേലിനോട് ഇറാൻ സംസാരിക്കുന്നത് മുഴുവൻ പ്രത്യാക്രമണങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ഈ പ്രത്യാക്രമണങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം, ഇസ്രായേലിന് അത് തടുക്കാനുള്ള സംവിധാനം ഇല്ല ഇപ്പോൾ. അതായത് വളരെ വളരെ കുറവാണ്. ഇതിൽ പറയും നോക്കുക, ബട്ട് എ ന്യൂ വാർ മേ ഫൈൻഡ് ഇസ്രായേൽ ലെസ് എക്വിപ്ഡ് ടു ഡിഫെൻഡ് ഇറ്റ് സെൽഫ് എഗൻസ്റ്റ് ടെഹ്റാൻ സ്റ്റിൽ പൊട്ടൻ മിസൈൽ ത്രെറ്റ് ദാൻ ഇറ്റ് വാസ് ഇൻ ദ 12-day റൗണ്ട് ഓഫ് ഫൈറ്റിംഗ് ഇൻ ദ സ്പ്രിംഗ് എന്നാണ് പറയുന്നത്. അതായത് ജൂണിലുണ്ടായ സമയത്ത് വന്ന മിസൈലുകളെ അതുപോലുള്ളൊരു സംഭവം ഇനി വന്നാൽ അത് തടുക്കാൻ പര്യാപ്തമായ ഒന്നും ഇസ്രായേലിൻ്റെ പക്കലില്ല. ഇത് നമ്മൾ പലരും ചിന്തിക്കുന്നത് പോലെ ഇസ്രായേലിന് മുകളിലൊരു വലയം ഉണ്ടാക്കിയിട്ട് ആ വലയത്തിൽ തട്ടിയിട്ട്, പണ്ട് നമ്മൾ ഈ രാമായണ സീരിയലൊക്കെ കാണുമ്പോൾ ഒരു വലയത്തിൽ തട്ടിയിട്ട് അമ്പുമില്ലും കത്തിപ്പോകുന്ന തിരിച്ചു പോകുന്ന പരിപാടിയല്ല ഈ മിസൈൽ പ്രതിരോധം എന്ന് പറയുന്നത്. അത് ഈ പറയുന്നത് പോലെ ഈ വരുന്ന മിസൈലുകൾ തകർത്ത് കളയുന്ന ആൻറ്റി മിസൈൽ സെറ്റപ്പാണ്. അപ്പോൾ അതും ഈ പറയുന്ന ആയുധങ്ങൾ തീരുന്നത് പോലെ അതും തീരും. ഒരു സമയത്ത് ഒരു പരിധിയിൽ കൂടുതൽ മിസൈലുകൾ വന്നു കഴിഞ്ഞാൽ അതിനെ മുഴുവൻ ടാർഗറ്റ് ചെയ്ത് പൊട്ടിക്കാനുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ഇല്ലെങ്കിൽ ഈ മിസൈലുകൾ ഉള്ളിലേക്ക് വരും. പലരും വിചാരിക്കുന്നത് ഈ പറയുന്ന ഒരു കവചം പോലെ എന്തോ ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ തട്ടി മിസൈലുകൾ പൊട്ടിത്തെറിക്കാന്ന്. അങ്ങനെയല്ല. ഇത് ആ മിസൈലുകൾ ലക്ഷ്യമിട്ട് ആൻറ്റി മിസൈലുകൾ പൊട്ടിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു യുദ്ധത്തിൽ ഞാനും നിങ്ങളും തമ്മിൽ വിജയം തമ്മിലൊരു യുദ്ധത്തിൽ ഏർപ്പെട്ട് തോക്ക് ഉപയോഗിച്ച് വെടിവെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാഡ്രിഡ്ജ് കഴിയുമ്പോൾ ഇത് റീപ്ലേസ് ചെയ്യണം. ഇതിനുള്ള സമയം എനിക്കില്ല എങ്കിൽ വിജയുടെ കയ്യിൽ 2 തോക്കുകൾ ഉണ്ടെങ്കിൽ എന്നെ നിഷ്പ്രയാസം വധിക്കാൻ കഴിയും. ഇതേപോലെ തന്നെയാണ് ഈ പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനവും. അതിന് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ശക്തിയും പ്രഹരശേഷിയും എണ്ണവും. ഇപ്പോൾ ഇറാൻ എപ്പോഴും 300-400 മിസൈലുകൾ ഒറ്റയടിക്ക് വർഷിക്കുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മിസൈലുകളുടെ കരുത്തിൻ്റെ കാര്യത്തിൽ ഇസ്രായേലിന് അത്രയും ഇല്ല. ഇസ്രായേലിൻ്റെ ഏക കരുത്തെന്ന് പറയുന്നത് ഇറാന് മുകളിൽ നിൽക്കുന്ന ഇസ്രായേലിൻ്റെ കരുത്തെന്ന് പറയുന്നത് ഫൈറ്റർ ജെറ്റുകളാണ്. അവർക്ക് ഒരുപാട് ജെറ്റുകളുണ്ട്, ഫൈറ്റർ ജെറ്റുകളുണ്ട്, ബോംബ് നിക്ഷേപിക്കാൻ കഴിയുന്ന ഫൈറ്റർ ജെറ്റുകളുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചുള്ള ഒരു ആക്രമണം എന്നതിനപ്പുറത്തേക്ക് ഇത്രയധികം മിസൈലുകൾ വരുമ്പോൾ അതിനെ തകർക്കാനുള്ള ശേഷിയൊന്നും ഇസ്രായേലിനില്ല. ഇപ്പോൾ റിപ്പോർട്ടുകളിൽ കാണുന്നത് പോലെ ഇറാനിലേക്ക് ഒരു ബോംബ് പെരുമഴയുമായിട്ട് ഇസ്രായേൽ ഇറങ്ങുകയാണെങ്കിൽ ഒന്നുറപ്പിച്ചോളൂ, ഇസ്രായേൽ ചരിത്രത്തിൽ നേരിടാത്ത വിധത്തിലുള്ള ഒരു വലിയ ഭയാനകമായ തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ പോകും. ഇത് ഹമാസിനെ ചൊറിഞ്ഞതുപോലെയോ ഹൂത്തികളെ ആക്രമിച്ചതുപോലെയോ അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ ലെബനിൽ പോയി അടിച്ചതുപോലെയോ ഒന്നും ആയിരിക്കില്ല. ആക്രമണം മാരകമാണെങ്കിൽ തിരിച്ചടിയും മാരകമായിരിക്കും എന്നുള്ളത് തന്നെ കാണേണ്ടി വരും. ഒരു പക്ഷേ ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വിധത്തിലേക്ക് ഈ യുദ്ധ സാഹചര്യം മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അല്ലെങ്കിൽ വേണ്ട, കഴിഞ്ഞ ജൂണിൽ ഇപ്പോൾ 13 ദിവസമാണ് ഈ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത്. അന്ന് ഇസ്രായേൽ തന്നെയാണ് അമേരിക്കയോട് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇതിൽ ഇടപെടുന്നത്. കാരണം അത്രയും രൂക്ഷമായ അവസ്ഥയിലേക്ക് പോയി. അമേരിക്ക വിഷയത്തിൽ ഇടപെട്ട എന്താ സംഭവിച്ചത്? ഖത്തറിലെ അമേരിക്കയുടെ ഏറ്റവും സുരക്ഷാ പ്രാധാന്യം അവർ കൽപ്പിക്കുന്ന അത്രയധികം സുരക്ഷകളുള്ള സൈനിക താവളത്തിലേക്ക് 5-6 മിസൈലുകൾ അങ്ങോട്ടും കൊടുത്തു. അത് നിലത്ത് വീണ് പൊട്ടുകയും ചെയ്തു. എന്നിട്ട് ഇറാൻ പറഞ്ഞു ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണ്, പണി തുടങ്ങിയിട്ടില്ല, ഞങ്ങൾക്ക് സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസാണ്. ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പൊളിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റും എന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇറാൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ്. ഇപ്പോൾ ഇറാന് സമീപമുള്ള 2-3 ദ്വീപുകളിൽ ഈ അമേരിക്കയുടെ 39 സൈനിക കേന്ദ്രങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇറാൻ മിസൈലുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഒരു 500-600 കിലോമീറ്റർ ദൂരപരിധിയേ ഉള്ളൂ ഈ ദ്വീപുകളിൽ നിന്ന്, ഇറാൻ്റെ അധീനതയിലുള്ള ഈ ദ്വീപുകളിൽ നിന്ന് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്ന മിസൈലുകൾ വെച്ചാൽ പോലും ഒരു വലിയ യുദ്ധത്തിലേക്ക് പോയാൽ ഈ ടാർഗറ്റുകളെ പൊട്ടിക്കാൻ ഇറാന് സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ ധൈര്യം ഇറാനുണ്ട്. അതായത് ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധത്തിൻ്റെ കപ്പാസിറ്റി കുറയുന്നു, തങ്ങളുടെ കയ്യിൽ ഒരുപാട് ആയുധങ്ങളുണ്ട് എന്ന് ഇറാൻ തിരിച്ചറിയുന്നു. ഇസ്രായേലിന് നേരെ അത് പ്രയോഗിച്ച് വിജയിച്ച സമീപകാല ചരിത്രം, അതുപോലെ തന്നെ ഭരണാധികാരികളുടെ ഉറച്ച നിലപാട്, അതുപോലെ ആണവായുധം ചിലപ്പോൾ ഉണ്ടാകാം, പറയാൻ കഴിയില്ല. ഇതും ആദ്യമേ സൂചിപ്പിച്ച പോലെ സെക്കൻഡ് ഹാൻഡ് ആയുധങ്ങളാണ് ഇറാൻ്റെ കയ്യിൽ എന്തായിരുന്നു പലപ്പോഴും നമ്മൾ ഉൾപ്പെടെയുള്ളവർ വായിച്ചിട്ടും കേട്ടിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ വ്യക്തത വന്നിട്ടുണ്ട്, സെക്കൻഡ് ഹാൻഡ് ആയുധങ്ങളല്ല, അതിനേക്കാൾ ഒക്കെ അപ്പുറത്ത് ഇപ്പോൾ ഈ ആണവായുധം ഇല്ല എങ്കിൽ പോലും
അപ്പോൾ ഇതില്ലെന്ന് തന്നെ നമുക്ക് കരുതാം. ഇല്ലെങ്കിൽ പോലും തിരിച്ചടിക്കാൻ പര്യാപ്തമായ മറ്റു ആയുധങ്ങളുണ്ട് എന്ന് അവർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും അവരുടെ പക്കൽ അത്രയും ആയുധങ്ങളുടെ ശ്രേണി ഉണ്ട് എന്നുള്ളത് അവർ ഓൾറെഡി മിസൈലുകൾ ഉണ്ടാക്കുന്നുണ്ട്. പുനർനിർമ്മാണം നടക്കുന്നുണ്ട്. റഷ്യയുടെ സാങ്കേതിക സഹായമുണ്ട്. ഇനി ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സഹായിക്കുന്നുണ്ടെന്ന് അറിയില്ല. ഇതിനൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇറാനെ സ്കെച്ച് ചെയ്യാൻ പറ്റില്ല. ഈ അമേരിക്കൻ സൈനിക ചേരിയിൽ നിൽക്കുന്ന രാജ്യങ്ങളെക്കുറിച്ചുള്ള മുഴുവൻ ധാരണയും അമേരിക്കയ്ക്കുണ്ട്. ഈ രാജ്യങ്ങളൊക്കെ എന്തൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നു, ഈ രാജ്യങ്ങളിലേക്കൊക്കെ ഏതൊക്കെ ആയുധങ്ങൾ പോകുന്നു, അത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് എത്ര വരെ പോവും, എവിടെ വരെ ഇത് പ്രയോഗിക്കാൻ പറ്റും, ഇതിൻ്റെ പ്രഹരശേഷി എത്രയാണ്, ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ കണക്ക് അമേരിക്കയുടെ പക്കലുണ്ടാവും. പക്ഷേ ഇവിടെ ഇറാൻ എവിടെ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്നില്ല. അന്താരാഷ്ട്ര ആയുധ കരാറുകളുടെ ഭാഗമായിട്ട് ഒന്നും തന്നെ ഇറാൻ എടുക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ തന്നെത്താനെ ഉണ്ടാക്കുന്ന ആയുധങ്ങൾ അത് എത്ര പോവും, എങ്ങനെ അത് പ്രതിഫലിക്കും, അതിൻ്റെ പ്രഹരശേഷി എത്രയെന്ന് വേണമെങ്കിൽ യുദ്ധം വരണം, ഇവരിത് പ്രയോഗിക്കണം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ പ്രവചനാതീതമാണ് ഇറാൻ്റെ ആയുധങ്ങളെ സംബന്ധിച്ച്. അത് പ്രവചനാതീതമാണ്. പ്രവചനാതീതമാകുമ്പോഴുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ചെന്ന് ആക്രമിക്കാനും കഴിയില്ല. കാരണം എങ്ങനെയാണ് ഇത് വരിക എന്നറിയാൻ പറ്റില്ല. അപ്പോൾ അതാണ് കഴിഞ്ഞ തവണ അമേരിക്കയ്ക്കും ഇസ്രായേലിനും പറ്റിപ്പോയത്. അങ്ങോട്ട് പോയി ആക്രമിക്കുമ്പോഴേക്കും ഇറാൻ തകരും എന്ന് വിചാരിച്ചു പോയി. അതുമാത്രമല്ല, അമേരിക്ക പ്രയോഗിച്ച ബങ്കർ ബസ്റ്റർ ബോംബുകൾ കൊണ്ട് കുറെ പാറ പൊട്ടിച്ചു എന്നല്ലാതെ ഈ യുറേനിയത്തെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതും വലിയ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആയിരുന്നു. അതിനുശേഷം ഇറാൻ റഷ്യയുമായി കരാറിൽ ഒപ്പിട്ടു, ആണവ കരാറിൽ ഒപ്പിട്ടു. അവർ 8ഓളം പുതിയ പ്രൊജക്റ്റുകൾ ലോഞ്ച് ചെയ്തു, പ്രഖ്യാപിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരിക്കലും ഇറാൻ പോകരുതെന്ന് കരുതിയ അമേരിക്കയും ഇസ്രായേലും കരുതിയ വഴിയിലൂടെയൊക്കെ ഇറാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ലോകശക്തി എന്ന നിലയിലേക്ക് മാറാൻ ഇറാൻ അധികം സമയമൊന്നും വേണ്ട. ഏതോ ഒരു കാര്യം സൂചിപ്പിച്ചപ്പോൾ യുറേനിയം സമ്പുഷ്ടീകരണത്തിനൊന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതായത് അമേരിക്കയുടെ ലക്ഷ്യം കറക്റ്റായിരുന്നു, അവിടെ ഈ ഒരു സാധനം ഉണ്ട്, അത് നശിപ്പിക്കണമെന്നായിരുന്നു. പക്ഷെ അത് നശിപ്പിക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചില്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും? അതിന് മുൻപ് ഇറാൻ അത് മുൻകൂട്ടി കണ്ട് അവിടെ നിന്ന് ആ ഒരു സുരക്ഷ ഒരുക്കാൻ ഇറാന് പറ്റിയതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു അമേരിക്ക അടിക്കുമെന്നുള്ളത് ഇറാൻ ഉറപ്പിച്ചിരുന്നതാണ്. അല്ല, അത് ഇറാനെ സംബന്ധിച്ച് ഇറാൻ ബുദ്ധിപരമായി നീങ്ങി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മളാരും ചർച്ച ചെയ്യാത്ത ഒരു പ്രധാനപ്പെട്ട ആണവ പരീക്ഷണ കേന്ദ്രം ഇറാനിലുണ്ട്. അത് റഷ്യ നേരിട്ട് നിയന്ത്രിക്കുന്നതാണ്. റഷ്യയുടെ 200-ൽ പരം ഉദ്യോഗസ്ഥരുണ്ട്. അതായത് അമേരിക്ക ടാർഗറ്റ് ചെയ്ത 3 ആണവ കേന്ദ്രങ്ങളല്ലാതെ റഷ്യയുടേതായിട്ട് ഇറാൻ്റെ ഉള്ളിൽ ഒരു ആണവ പരീക്ഷണ കേന്ദ്രമുണ്ട്. ആ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുൾപ്പെടെ, സാങ്കേതിക സഹായം നൽകുന്നവരുൾപ്പെടെ ഈ റഷ്യൻസാണ്. അപ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം നടന്നാൽ അത് റഷ്യയെ ആക്രമിച്ചതായിട്ട് റഷ്യ കണക്കാക്കും. അതിന് തിരിച്ചടി വല്ലാത്ത രീതിയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അമേരിക്ക റഷ്യയെ നേരിട്ട് ആക്രമിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ച് ഏറ്റവും സേഫായിട്ടുള്ള ഒരു സ്ഥലം അതാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഒരു പക്ഷേ അമേരിക്ക വെല്ലുവിളി തുടങ്ങിയപ്പോൾ തന്നെ ഈ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ അതേപോലെ നിലനിർത്തുകയും ഈ യുറേനിയം സമ്പുഷ്ടീകരിച്ച യുറേനിയം അങ്ങോട്ടേക്ക് മാറ്റി ആണവ പരീക്ഷണം തുടരുകയും ചെയ്തു എന്നൊരു വാദമുണ്ട്. 2, ഇറാൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ്. ഇറാൻ ഈ ആണവ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നിരവധി പർവ്വതങ്ങളുടെ നടുക്കാണ്. ഇത് മാത്രമല്ല, ഭൂമിക്ക് അടിയിലേക്ക് അത്രത്തോളം ആഴത്തിലാണ്. ഇറാൻ്റെയും അല്ലെങ്കിൽ അവരുടെ ഈ ഹമാസിൻ്റെയൊക്കെ രീതി എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഈ അണ്ടർഗ്രൗണ്ട് ഓപ്പറേഷൻസിന് അവർ പ്രഗത്ഭരാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത ഇത് എവിടെയാണ് ഈ ഈ യുറേനിയം ഉള്ളത്, ആണവോർജ്ജ പ്ലാന്റ് കൃത്യമായി എവിടെയാണെന്ന് അറിയാത്ത രീതിയിലുള്ള കൺഫ്യൂസ് ചെയ്യിക്കുന്ന തുരങ്കങ്ങൾ ഉണ്ടാക്കി അതിനുള്ളിൽ സേഫായിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ള വാദവുമുണ്ട്. എന്തായാലും ഇറാൻ ആണവ പരീക്ഷണം നിർത്തിയിട്ടില്ല എന്നുള്ളത് കൃത്യമാണ്. ഇറാൻ ആണവായുധം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാവുക, ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാവുന്നത് അമേരിക്കയും ഇസ്രായേലുമാണ്. അതുകൊണ്ടാണ് അവർ എത്രയും പെട്ടെന്ന് ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങിയപ്പോൾ. പക്ഷേ ഈ യുദ്ധം തുടങ്ങിയാൽ അത് ഇസ്രായേലിന് വിനാശകരമായി ബാധിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.